കിടിലൻ മീൻകറി ഉണ്ടാക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് ആൻഡ് കുടംപുളി. പിന്നെ മെയിൻ ഐറ്റമായ മീൻ അയിലയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ആദ്യം തന്നെ ചട്ടി ചൂടാക്കണം. ചട്ടിയിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കണം. അതിലേക്ക് വേണ്ട പൊടികൾ: ചുവന്ന മുളക് പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. പൊടികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പലരുടെയും എരിവിൻ്റെ അളവ് വ്യത്യാസമുണ്ടല്ലോ. അടുത്തത് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിച്ചേക്കണം, കൂടി പോകാൻ പാടില്ല. മല്ലിപ്പൊടിയാണ് നെക്സ്റ്റ്. അത് മുളക് പൊടിയുടെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഇടണം. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇനിയും അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിയതിന് ശേഷം മാത്രം ഉലുവയിടുക. ഇത് ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ മീൻകറിയാണ്. ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചത് ഇടണം. നന്നായിട്ട് സോട്ട് ചെയ്യണം. സോട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ആദ്യം ഇടുമ്പോൾ തന്നെ ഒരു റോ സ്മെല്ലായിരിക്കും. ആ റോ സ്മെല്ല് മാറി നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ നിങ്ങൾ സോട്ട് ചെയ്യണം. അതിനുശേഷം പച്ചമുളക് ഇടണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിടണം. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി കൂടി ഇടണം. അല്പം ഉപ്പ്. ഈ ചെറിയുള്ളി എന്ന് പറയുന്നത് ഒരു ടേസ്റ്റ് മേക്കറാണ്. എസ്പെഷ്യലി ഈ നോൺ വെജ് കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്നൊരു സാധനമാണ് ചെറിയുള്ളി. ഈ കുക്കിംഗ് എന്ന് പറയുന്നത് നല്ല ക്ഷമ വേണ്ടൊരു പരിപാടിയാണ്. എൻ്റെ അമ്മോ, പക്ഷെ നല്ല ക്ഷമയോടെ കുക്ക് ചെയ്യുവാണെങ്കിൽ നല്ല കിടിലൻ സാധനം നമ്മുടെ കൈ കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കണം. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ സോട്ട് ചെയ്യണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, കൂടിപ്പോകാൻ പാടില്ല. നെക്സ്റ്റ് സ്റ്റെപ്പ്, കുടംപുളി ഇടുക. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് സോൾട്ട് ആഡ് ചെയ്യണം. ഇനി മീനിടണം. 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 5 to 10 മിനിറ്റ്സ് മതിയാവും ഈ കറി റെഡിയാവാൻ. ഇതാ നമ്മുടെ കറി റെഡി ആയിരിക്കുന്നു. കിടിലൻ മീൻ കറി കഴിഞ്ഞിട്ടില്ല. ഒരു ഫിഷ് ഫ്രൈയും കൂടി ഉണ്ടാക്കാം. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചുവന്ന മുളക് പൊടി, ഫിഷ് മസാല ഉണ്ടെങ്കിലിടാം. ഇതിൽ ഞാൻ ഫിഷ് മസാല ആഡ് ചെയ്യുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ആൻഡ് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കിടിലൻ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളിത് രണ്ടും ട്രൈ ചെയ്ത് നോക്കണം. കിടിലനാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. ബൈ.